നമ്മൾ ഓറോട്ടി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് പുഴുക്കലരിയും 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഒരു 3 മണിക്കൂർ പിന്നെ കുതിർത്തിട്ട് വെക്കണം കേട്ടോ ഇത്. എന്നാൽ മാത്രമേ അത് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് മിക്സിയിലൊന്നും കടയാൻ പറ്റില്ല. കടച്ചക്കല്ലിൽ മാത്രമേ കടയാൻ അരച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. അത്ര നല്ല കട്ടിയിൽ അരച്ചെടുത്താൽ മാത്രമേ ഒറോട്ടി പരത്താനാവൂ. അരി കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. ഞാൻ നേരത്തെ കുതിർത്തു. അപ്പം ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ അരി കഴുകിയിട്ട് കടച്ചക്കല്ലിൽ ആട്ടുകല്ലിൽ ഇട്ടിട്ട് കടയുന്നത്. ഞങ്ങൾ കടച്ചക്കല്ലിൽ നിന്നാണ് കേട്ടോ പറയൽ. അപ്പം നമ്മൾ ഇരുന്ന് കടഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ഇത്ര അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയിട്ട് കിട്ടണം അത്. ഇതാണ് കേട്ടോ നമ്മൾ ഒറോട്ടി പരത്തുന്നത്. ഇങ്ങനെയാണ് ഇത് പരത്തിയെടുക്കൽ. എന്നിട്ട് നമ്മൾ ഓടിൽ വെക്കലാണ് അടുപ്പത്ത് കേട്ടോ. മണ്ണിൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് ചുട്ടെടുക്കലാണ് കേട്ടോ. ചുട്ടിട്ടാകുമ്പോൾ കാണിക്കാം. മൺചട്ടിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഓട് നമ്മളിങ്ങനെ പൊന്താൻ വെക്കുന്നതാണ് കേട്ടാ. ഇങ്ങനെ പൊന്തിയിട്ട് വരണോ അത്. നമ്മൾ ഇപ്പോൾ ഒന്നും ഇത് ഉണ്ടാക്കലൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ പിന്നെ ഉണ്ടാക്കലെല്ലാം കുറവാണ്. അപ്പം ഇതെല്ലാം നമ്മൾ അച്ഛനും അമ്മയിലും ഉണ്ടാകുന്ന സമയത്ത് പിന്നെ നമ്മളെ അമ്മേരെ ഇരുന്ന് നമ്മൾ പഠിച്ചു വന്നതാണ് കേട്ടോ ഇത്. അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നുണ്ടായിനി. പിന്നെ അമ്മ അച്ഛനെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ബാവിൻ്റെ ദിവസമാണ് കേട്ടോ ഇത് ഉണ്ടാക്കൽ. കൂടുതലും അങ്ങനെയാണ് ഉണ്ടാക്കൽ. അല്ലെങ്കിൽ പണ്ട് വിരുന്നുമാരെല്ലാം വന്നിട്ടായിട്ടാകുമ്പോൾ അങ്ങനെയും അമ്മ ഉണ്ടാക്കിയിട്ട് പിന്നെ കോഴിക്കറിയെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അങ്ങനെ കണ്ട് ഞാൻ പഠിച്ചതാണ്. ഇപ്പോൾ ഇതൊന്നും ആരും ഉണ്ടാക്കുന്നൊന്നുമില്ല. ഇപ്പോൾ കൂടുതൽ ഇതായിട്ടൊന്നും പെട്ടെന്നെല്ലാം ആവണ്ടേ. ജോലിക്കാരും ഇതുമെല്ലാം ആകുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാനൊന്നും ഇതിനെല്ലാം കുറേ സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല. ഇതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിന് നമ്മൾ വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. എണ്ണയോ തേങ്ങയോ അതൊന്നും ചേർക്കണ്ട. നമ്മൾ കുറച്ച് പുഴുങ്ങലരിയും കുറച്ച് പച്ചരി മാത്രമാണ്. അത് നമ്മൾ ആട്ടുകല്ലില്ലേ, നമ്മളെ പണ്ടത്തെ കടച്ചക്കല്ല്, അതിൽ നിന്ന് കടഞ്ഞെടുത്തിട്ട് ചുടലാന്ന് കേട്ടോ. മറ്റേ നമുക്കിത് മിക്സിയിലോ അല്ലെങ്കിൽ പൊടിച്ച അരി കൊണ്ടോ അങ്ങനെയൊന്നും ആവില്ല. ഇത് നല്ല ഇതായിട്ട് കടഞ്ഞിട്ടെടുക്കണം. നല്ലോണം മുരിഞ്ഞ് കിട്ടണം കേട്ടോ. നമ്മളെ നെയ്യ് പോലെ ആയി കിട്ടണം നമുക്കിത്. എന്നാൽ മാത്രമേ ഒറോട്ടി ആവൂ. മതി എടുക്കാമോ. നമുക്ക് ഇന്ന് 2 വിരുന്നുകാരുണ്ടായിനി. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആക്കിയത്. ഇത് ഓട്ടുപോളാന്നറിയും ഈ ഒരു സാധനം. ഞാൻ നിങ്ങൾ നേരത്തെ നമ്മൾ ചൂടുമ്പോൾ കാണിച്ചിട്ടില്ലേ, ഇത് ഓട്ടുപോളയാണ്. ഇത് ഒറോട്ടി എന്ന് പറയുന്നത് സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര സാധനം ഇന്ന് ഉണ്ടാക്കിയതാണ്. ഇത് പത്തിരി എന്നറിയും. നമ്മൾ പത്തിരിപ്പൊടി മണിച്ചിട്ട് ആക്കിയതാണ് കേട്ടോ. ഇത് പത്തിരി മാത്രമെന്നല്ല, ആ പൊടി കൊണ്ട് നമുക്ക് പലതും ഉണ്ടാക്കാൻ പറ്റും.
നൂലപ്പം, പത്തിരി അങ്ങനെയുള്ള സാധനമെല്ലാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് ചിക്കൻ കറി വെച്ചതാണ്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇത്രയേ ഉള്ളൂ. വീണ്ടും നാളെ ഒരു വീഡിയോ ആയി കാണാം.